ഫസ്റ്റ് ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസ്, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. സാധാരണ കണക്ക് പഠിക്കുന്നത് പോലെ ഒരു ഫോർമുല പഠിക്കുക, അതിൽ അക്ഷരങ്ങൾ മാറ്റി പകരം അക്കം വയ്ക്കുക, ഇങ്ങനെ കണക്കുകൾ ചെയ്തു പോകാൻ ഈ ചാപ്റ്ററിൽ ധാരാളം സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ബുക്ക് അത് അനുവദിക്കാത്തതാണ്. ഒരു ഫോർമുലയും അവിടെ ഇല്ല. ചിന്തയ്ക്കാണ് പ്രാധാന്യം. കണക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ പഴയ രീതി അല്ല. അപ്പോൾ ആ മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ ഇതിനെ സമീപിക്കാൻ. 100 കണക്ക് ചെയ്തിട്ട് ഒരു വസ്തുത മനസ്സിലാക്കുക അല്ല വേണ്ടത്. വസ്തുത നന്നായി മനസ്സിലാക്കി 1000 കണക്ക് വേണമെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി നേടുകയാണ്. അതാണ് 5ാം ക്ലാസ് മുതൽ കേരളത്തിലെ മാത്തമാറ്റിക്സിൻ്റെ ഒരു പാഠ്യപദ്ധതി. അത് പലരും തിരിച്ചറിഞ്ഞിട്ടില്ല. ശരി, പോട്ടെ, നമുക്കിപ്പോൾ ഇങ്ങോട്ട് പോവാം. അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. എ സീക്വൻസ് ഗോട്ട് ബൈ starting with any number and adding a fixed number repeatedly. ഒരു സംഖ്യ ഒരു നമ്പറിൽ തുടങ്ങും, ഒരു ഫിക്സഡ് നമ്പർ റിപ്പീറ്റ് ആയിട്ട് ആഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ഒരു നിരസംഖ്യ, അത് അരിത്മെറ്റിക് സീക്വൻസ്. ഫോർ എക്സാമ്പിൾ, സ്റ്റാർട്ടിങ് വിത്ത് 5, adding the fixed number is 3. 5, adding 3, 8, adding 3, 11, adding 3, 14, adding 3, 17, etc. Next example. First number 17, adding fixed number is -3. അപ്പോൾ 17 plus -3, 14, 14 plus -3, 11, 11 plus -3, 8, 8 and 5, etc. അപ്പോൾ ഇവിടെ ഈ അരിത്മെറ്റിക് സീക്വൻസിൽ 5 ടേം എഴുതിയിട്ടുണ്ട്. ഇതിങ്ങനെ ആയുഷ്കാലം മുഴുവൻ വേണമെങ്കിലും തുടർന്നുകൊണ്ടിരിക്കാം. നമ്മൾ പൊതുവെ ഓരോ ടേം ഇനിയും ആൾജിബ്രയിൽ x1, x2, x3 ഇങ്ങനെ സൂചിപ്പിക്കും. അതായത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നതിന് പകരം x1 is equal to 5, x3 is equal to 11, x5 is equal to 5 ഇങ്ങനെ എഴുതുന്നു. ഇനി 5, 8, 11, 14, 17 ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ഉള്ള നമ്പർ എങ്കിലും ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തതായിരിക്കണം. ഇത് തിരിച്ചറിയണം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വേണ്ട അറിവ് ടു ഐഡന്റിഫൈ അരിത്മെറ്റിക് സീക്വൻസ്. അതിനെന്ത് ചെയ്യണം? x2-വിൽ നിന്നും x1 കുറയ്ക്കുക, സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് സെക്കൻഡ് ടേം നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്താൽ ഒരു നമ്പർ കിട്ടും. അത് തന്നെ ആവണം തേർഡ് ടേം നിന്ന് സെക്കൻഡ്, അത് തന്നെ ആവണം ഫോർത്ത് ടേം നിന്ന് തേർഡ് ടേം കുറച്ചാൽ. അങ്ങനെ സബ്ട്രാക്ട് ചെയ്താൽ ഒരു ഫിക്സഡ് നമ്പർ കിട്ടും. ദിസ് ഫിക്സഡ് നമ്പർ, ദിസ് കോൺസ്റ്റന്റ് നമ്പർ ഈസ് കാൾഡ് കോമൺ ഡിഫറൻസ്. ചുരുക്കത്തിൽ ഒരു സീക്വൻസ് അരിത്മെറ്റിക് ആണോ എന്നറിയാൻ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇത് നമ്മുടെ അറിവ്. ഈ അറിവ് പലതരത്തിൽ ചോദിക്കും, അത് അപ്ലൈ ചെയ്യുക. അതിനൊരു കണക്ക് ചെയ്തത് കണ്ടിട്ട് അത് നോക്കി പഠിക്കുന്ന പഴയ ശീലം ഒഴിവാക്കുക.
നെക്സ്റ്റ്, ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ ഓരോ ടേമുകളുടെ പൊസിഷനും ആ ടേമും അതിൻ്റെ കോമൺ ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 13 ടേംസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് 5, കോമൺ ഡിഫറൻസ് 3. അതിലൊരു 11th ടേം, അതായത് 11ാമത്തെ ടേം, പിന്നെ ഒരു 4ാമത്തെ ടേം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പരിഗണിക്കുക, പൊസിഷൻ ഡിഫറൻസ് എന്താ? 11ാമത്തെ ടേം 4ാമത്തെ ടേം, അപ്പൊ പൊസിഷൻ ഡിഫറൻസ് 7. ടേം ഡിഫറൻസ് എന്താ? 35 ആണ് 11ാമത്തെ ടേം, 4ാമത്തെ ടേം 14. അപ്പൊ ടേം ഡിഫറൻസ് 35 മൈനസ് 14, ദാറ്റ് ഈസ് 21. പൊസിഷൻ ഡിഫറൻസ്, അപ്പൊ ഇതിൽ ഇനി ഒരു റിലേഷൻ മനസ്സിലാക്കുക. ഈ 21 കിട്ടാൻ പൊസിഷൻ ഡിഫറൻസ് 7 ഇൻറ്റു കോമൺ ഡിഫറൻസ് 3, 3 ഇൻറ്റു 7 21. അപ്പൊ 21 എന്ന് പറഞ്ഞത് ടേം ഡിഫറൻസ്. ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഒരു ടേം, ഏതെങ്കിലും ഒരു ടേം 50ാമത്തെയോ 100ാമത്തെയോ ഏതെങ്കിലും ഒന്ന് കോമൺ ഡിഫറൻസ് തന്നു, എന്നിട്ട് എനി ടേം കണ്ടുപിടിക്കാൻ നമുക്കാവും. അതായത് 1ാമത്തെ ടേം തന്നു, കോമൺ ഡിഫറൻസ് ഇത്രയാണെന്ന് പറഞ്ഞു. 50ാമത്തെ ടേം എന്ത്? ഇനി വേറൊന്ന്. 100ാമത്തെ ടേം തന്നു, കോമൺ ഡിഫറൻസ് ഇത്രയാണ്. 5ാമത്തെ ടേം എന്തായിരിക്കും? ഇനി ഒരു 60ാമത്തെ ടേം തന്നു, 1000ാമത്തെ ടേം എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് തന്നു. ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാൽ മതി. എന്താണിത്? അതായത് ഇപ്പോൾ നമ്മൾ തൊട്ട് മുകളിലുള്ള ഉദാഹരണം തന്നെ നോക്കുക. 11ാമത്തെ ടേം നിന്ന് 4ാമത്തെ ടേം കുറച്ചതല്ലേ ടേം ഡിഫറൻസ്. അത് കണ്ടത് പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ നമ്മൾ 11ാമത്തെ ടേം കാണണമെങ്കിലോ 4ാമത്തെ ടേമിന്റെ കൂടെ പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. നോക്കാം, ഒരു ഫസ്റ്റ് ടേം 5, കോമൺ ഡിഫറൻസ് 7. വാട്ട് ഈസ് ദി 20th ടേം? 20th ടേം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം ആണ് തന്നത്, അപ്പോൾ ഫസ്റ്റ് ടേമിന്റെ കൂടെ പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേമും 20th ടേമും തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് 19. അപ്പോൾ x20 ഈസ് ഈക്വൽ ടു 5 പ്ലസ് 19 ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു 5 പ്ലസ് 133 ഈസ് ഈക്വൽ ടു 138. പോസ് ചെയ്ത് നിർത്തി ആലോചിക്കുക. നെക്സ്റ്റ്, ഇത് 11th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 67, കോമൺ ഡിഫറൻസ് 6. വാട്ട് ഈസ് ദി 35th ടേം? 35th ടേം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? തന്നത് എന്താണ്? 11ാമത്തെ ടേം. അപ്പോൾ 11ാമത്തെ ടേമും പൊസിഷൻ ഡിഫറൻസിനെയും കോമൺ ഡിഫറൻസിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടണം. 11ാമത്തെ ടേം 67, പൊസിഷൻ ഡിഫറൻസ് 24, കോമൺ ഡിഫറൻസ് 6. അങ്ങനെ 35th ടേം 211 എന്ന് കിട്ടി. Another example, 10th term of an AS, 8th, 13, 18 എന്ന ഒരു സീക്വൻസിലെ 10ാമത്തെ ടേം കാണണം. ഇതൊക്കെ പോലെയൊക്കെ തന്നെ ഫസ്റ്റ് ടേം ഉണ്ട്, കോമൺ ഡിഫറൻസ് ഉണ്ട്, നമ്മൾ ഈ ചെയ്ത പോലെ. ഇത്തരം പ്രോബ്ലങ്ങളൊക്കെ ചെയ്യാൻ an ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്നൊരു ഫോർമുലയുണ്ട്. അത് നമ്മുടെ ബുക്കിലെ മെത്തേഡ് അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് ഉചിതമല്ല. അടുത്തത്, ഇതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് we can compute a sequence from any two terms and their position. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഏതെങ്കിലും ഒരു ടേമും കോമൺ ഡിഫറൻസും തന്നാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ സീക്വൻസ് എഴുതാം, ഫസ്റ്റ് എഴുതാം, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അതുപോലെ കോമൺ ഡിഫറൻസ് ഇല്ല, ഏതെങ്കിലും 2 ടേം തന്നു എങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർ എക്സാമ്പിൾ, 7th ടേം 51,
26th term 203. Write the sequence. Question sequence എഴുതാൻ. അതിൻ്റെ അർത്ഥം ഫസ്റ്റ് ടേം കോമ, സെക്കൻഡ് ടേം കോമ, തേർഡ് ടേം കോമ എക്സെട്ര എന്നെഴുതുക. അപ്പോൾ സെവൻത് ടേം 51 എന്ന് നമ്മുടെ തന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് 26th ടേം 203 എന്നും. ഇത് രണ്ടും തമ്മിൽ എന്താ റിലേഷൻ? x7 പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു ഡി കൂട്ടിയാൽ 26th ടേം കിട്ടും. അതായത് സെവൻത് ടേമായ 51 പ്ലസ് പൊസിഷൻ ഡിഫറൻസ് ആയ 19 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു 203. ഇതിൻ്റെ അർത്ഥം ഡി ഈസ് ഈക്വൽ ടു 23 minus 51 by 19 is equal to 8. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കിട്ടണം. വീണ്ടും ഇതേ പ്രിൻസിപ്പിൾ. x7 പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇനി 26 നിന്ന് 1 പുറകോട്ട് പോകണം. അപ്പം നമ്മൾ മൈനസ് പൊസിഷൻ ഡിഫറൻസ് എന്ന് എഴുതി. അങ്ങനെ എഴുതണമെന്നൊന്നുമില്ല, ഇത് തന്നെ എഴുതണമെന്നില്ല, അങ്ങോട്ട് ചെയ്താൽ മതി. മൈനസ് പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു x1. അപ്പോൾ കൂടുതലാണെങ്കിൽ പ്ലസ് പൊസിഷൻ ഡിഫറൻസ്, കുറഞ്ഞ ടേമിലേക്ക് വരികയാണെങ്കിൽ മൈനസ് പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ 51 പ്ലസ് മൈനസ് 6 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേം 3. ഇനി നമുക്ക് സീക്വൻസ് എഴുതാം. 3 കോമൺ ഡിഫറൻസ് 8 ആഡ് ചെയ്തു 11, കോമൺ ഡിഫറൻസ് 8 ആഡ് ചെയ്തു 19, കോമ എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ടേം 38, നയൻത് ടേം 66. വാട്ട് ഈസ് 25th ടേം? 25th ടേം കാണാൻ തന്നിരിക്കുന്ന 9th ടേമിൻ്റെ കൂടെ പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാൻ. അതല്ലെങ്കിൽ തന്നിരിക്കുന്ന 5th ടേമിൻ്റെ കൂടെ പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. അപ്പോൾ 9th ടേമിൻ്റെ കൂടെ പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ട് 25th ടേം കാണാൻ നോക്കുക. അപ്പോൾ 66 പ്ലസ് 16d എന്ന് കിട്ടി. ഇനി മുന്നോട്ട് പോകാൻ ഡി വേണം. 5th ടേമായ 38ഉം 9th ടേമായ 66ഉം തമ്മിൽ എന്താ റിലേഷൻ? 5th ടേമിൻ്റെ കൂടെ 4 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 9th ടേമായി. അങ്ങനെ വരുമ്പോൾ 38 പ്ലസ് 4d ഈസ് ഈക്വൽ ടു 66. അങ്ങനെ D7 കണ്ടു. ഇനി 2 ക്വസ്റ്റ്യൻസ് വായിക്കുക, നല്ലതുപോലെ ശ്രദ്ധയോടുകൂടി വായിക്കുക, എന്നിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി വേറൊരു കൺസെപ്റ്റ് നോക്കാം. ടേം ഡിഫറൻസ് പൊസിഷൻ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആണ്. ടേം ഡിഫറൻസ് കൂടുതലാണെങ്കിൽ പൊസിഷൻ ഡിഫറൻസും കൂടുതലായിരിക്കും. അപ്പോൾ ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ്. കോൺസ്റ്റന്റ് ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. അപ്പോൾ ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്. ഒരു സീക്വൻസിലെ ടേം ഡിഫറൻസ് ഇന്ന നമ്പറാണ്, അത് ശരിയായിരിക്കുമോ എന്നറിയാൻ അത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ലാസ്റ്റ് എഴുതിയത് നോക്കുക. ഇൻ ദി സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 7 ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഈക്വൽ ടു 175 ആവണമെങ്കിൽ 175 കോമൺ ഡിഫറൻസ് ആയ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ ഐഡിയ we can use this to check whether a given number is a term of a given arithmetic sequence. കുറേ ഉദാഹരണങ്ങളൊക്കെ കൊടുത്ത് ടെക്സ്റ്റിൽ 20ാമത്തെ പേജിലുണ്ട്, വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാണ്. ഈസ് ഒരു ക്വസ്റ്റ്യൻ 44 a term of the sequence 7
11, 15 അതിലുണ്ടാവുമോ എന്നറിയണമെങ്കിൽ ടേം ഡിഫറൻസ് നോക്കുക. 44 7 തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ 44 11 തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ 44 15 തമ്മിലുള്ള ഡിഫറൻസ്, ഏതെങ്കിലും ഒരു ഡിഫറൻസ്. ഇവിടെ 44ഉം 15ഉം ഈ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 29. It is not a multiple of common difference 4. Hence, not a term. അതായത് 29 is not divisible by 4. അടുത്തത് 5, 9, 30. ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം 5, സെക്കൻഡ് ടേം 9, തേർഡ് ടേം 13, പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയി പോകും. 5 എന്ന് മാത്രം എഴുതിയാൽ അതൊരു സീക്വൻസ് എന്ന് പറയാനാവില്ല. ഇതിനെ ആൾജിബ്രൈക് ഫോമിൽ എഴുതുകയാണ്. എഴുതിയപ്പോൾ 4n+1 എന്ന് കിട്ടി. അതെന്താന്നൊക്കെ നമുക്ക് പറയാം. ഈ 4n+1ന്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് ടേമായ 5 4n+1 ആണ്. സെക്കൻഡ് ടേമായ 9 4n+1 ആണ്. തേർഡ് ടേമായ 13 4n+1 ആണ്. ഈ സീക്വൻസിലെ ഏത് ടേമും 4n+1. 500ാമത്തെ ടേം 4n+1. എങ്ങനെ? n എന്നത് അതിൻ്റെ പൊസിഷൻ, എത്രാമത്തെ. ഒന്നാമത്തേതാണെങ്കിൽ 4 × 1 + 1 5. രണ്ടാമത്തേതാണെങ്കിൽ 4 × 2 + 1 9. മൂന്നാമത്തേതാണെങ്കിൽ 4 × 3 + 1. 500ാമത്തേതാണെങ്കിൽ 4 × 500 + 1. അപ്പോൾ ആൾജിബ്രൈക് ഫോമിൽ ഒരു സീക്വൻസിനെ സൂചിപ്പിച്ചാൽ എല്ലാ ടേമും അത് തന്നെ. രണ്ടാമത്തെ 1, 5, 9 അതിൻ്റെ ആൾജിബ്രൈക് ഫോം 4n-3. അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറഞ്ഞു. ഇനി നോക്കാം. ആൾജിബ്രൈക് ഫോമിനെ nth ടേം എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ 4n+1 nth ടേമാണ്. ഒന്നാമത്തെ ടേം അത് തന്നെ, രണ്ടാമത്തെ ടേം ഒക്കെ അത് തന്നെ. അതിൻ്റെ ജനറൽ ഫോം xn = an + b. a എന്നാൽ കോമൺ ഡിഫറൻസ് എന്താണോ അത്, അതിൻ്റെ കൂടെ n ചേർത്തു, പ്ലസ് b. b എഴുതണമെങ്കിൽ ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറച്ചിട്ട്. ഇനി താഴെ നോക്കുക. 7n+3. ഇതിൻ്റെ അർത്ഥം എന്താ? ഈ ജനറൽ ഫോമിലെ a 7, b 3. a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കൂടി ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്തത് 3. അതുപോലെ 4n-2. 4 എന്ന് പറഞ്ഞാൽ ജനറൽ ഫോമിലെ a, കോമൺ ഡിഫറൻസ് 4. ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ -2. അതുപോലെ 4 - 2n 4 b ആണ്. എന്നിൻ്റെ കൂടെയുള്ളതാണ് a, കോമൺ ഡിഫറൻസ്. അപ്പോൾ -2n. അപ്പോൾ 2 -2 ആണ് ഇവിടുത്തെ a, അതായത് ഫസ്റ്റ് കോമൺ ഡിഫറൻസ് -2. ദെൻ ഇതുപോലെ ഒരു ഓഡ് നമ്പറുകളുടെ nth ടേം, ഫോർ എക്സാമ്പിൾ 1, 3, 5. xn = കോമൺ ഡിഫറൻസ് എഴുതി 2, n എഴുതി, ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറച്ചു, ഫസ്റ്റ് ടേം 1, കോമൺ ഡിഫറൻസ് 2, 1 - 2 -1. ഈവൻ നമ്പറിൻ്റെ ആൾജിബ്രൈക് ഫോം 2, 4, 6. കോമൺ ഡിഫറൻസ് 2, n ചേർത്തി. ഇനി ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കണം, 0. അപ്പോൾ xn = 2n. നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 ഇങ്ങനെ എണ്ണുന്ന സംഖ്യ, അത് ഫസ്റ്റ് ടേം 1 തന്നെ,
സെക്കൻഡ് ടേം 2, തേർഡ് ടേം 3. അപ്പോൾ xn ഈസ് ഈക്വൽ ടു n. പോസ് ചെയ്ത് വീണ്ടും വായിക്കുക, ഓർക്കുക, വീണ്ടും കേൾക്കുക. ആവശ്യം വ്യക്തമായി അറിയണം. അതായത് ആൾജിബ്രയ്ക്ക് ഫോമിൽ എഴുതാൻ പഠിക്കലല്ല മെയിൻ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ശരിയായി ഉൾക്കൊണ്ട് പഠിക്കുക. ഓക്കെ. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്വയം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. റൈറ്റ് ദി ആൾജിബ്രിക് ഫോം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 3, 8, 13. Is 2014 a term of this sequence? Why? The first term of an arithmetic sequence is 5 and the common difference is -3. What is the 50th term? The 8th term of an arithmetic sequence is 53 and its 50th term is 102. What is the common difference of the sequence? What is its nth term? In the arithmetic sequence 215, 240, 265, is the difference between any two terms equal to 100? അതായത് ടേം ഡിഫറൻസ് 100 ആകുമോ? ടേം ഡിഫറൻസ് എപ്പോഴും കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. In an arithmetic sequence, the first term is 4 and the common difference is 5. At which position does the number 92 occur in the sequence? n എത്രയാണ്? അതായത് 92, 92 എത്രാമത്തെ ടേം വരുന്ന? അപ്പോൾ നമ്മളതിനെ ആൾജിബ്രൈക് ഫോമിൽ എഴുതുക, എന്നിട്ട് n കണ്ടുപിടിക്കുക. How many terms are there in the sequence? ഇതും ഇതുപോലെ തന്നെ 1 എത്രാമത്തെയാണെന്ന് നോക്കിയാൽ മതി. അടുത്തത്, the algebraic expression of an arithmetic sequence is 80n plus 5. What is the common difference? Common difference 8 n-ന്റെ കൂടെ. And the first term ഏതായിരിക്കും? a n plus b എന്ന ജനറൽ ഫോമിലെ b ആണ് 5. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ഫസ്റ്റ് ടേമിന്ന് കോമൺ ഡിഫറൻസ് ആയ 8 സബ്ട്രാക്ട് ചെയ്തതായിരിക്കും 5. അപ്പൊ ഫസ്റ്റ് ടേം എത്ര? 13. അത് കൂടുതലൊന്നും ആലോചിക്കാനില്ല. 8 + 5 13 എന്ന് വേഗത്തിൽ പറയാം. അതുപോലെ 8n - 2 ഇതാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 8 - 2. Then what is the ratio common difference of the arithmetic sequence -100, -96, -92, etc.? Check whether 0 is a term in the sequence. Which is the first positive number in the sequence? ഇതൊക്കെ നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ട് ശ്രമിച്ചു നോക്കണം. ഒരു കണക്ക് ചെയ്ത് അതുപോലെ 100 ചെയ്യുന്ന മനോഭാവം വേണ്ട. അപ്പപ്പം ചിന്തിക്കുക. നമുക്ക് അറിവ് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ച വിരലിൽ എണ്ണാവുന്ന 1, 2 അറിവുകൾ. ആ അറിവുകൾ മാത്രം ഉപയോഗിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ കഴിയണം. ശ്രമിക്കുക.